നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രാവശ്യവും ഇന്ത്യയിൽ അങ്ങനെ ഒഫീഷ്യലായിട്ട് അവൈലബിൾ അല്ലാത്തൊരു പ്രോഡക്റ്റായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. കാനഡയിലെത്തിയതിനു ശേഷം നമുക്ക് കിട്ടുന്ന 10ാമത്തെ റിവ്യൂ യൂണിറ്റാണ്. SMSL എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഈ പ്രാവശ്യം നമുക്ക് പ്രോഡക്റ്റ് അയച്ചു തന്നിട്ടുള്ളത്. അവരുടെ ഒരു ബ്ലൂടൂത്ത് റിസീവറാണ്. ആക്ച്വലി ഇത് ഇൻബിൽട്ടായിട്ട് DAC വരുന്ന ഒരു ബ്ലൂടൂത്ത് റിസീവറാണ്. B200 എന്നാണ് ഈ ഒരു ഡാക്കിൻ്റെ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് റിസീവറിൻ്റെ മോഡൽ നെയിം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇത് ആക്ച്വലി ഒഫീഷ്യലി അവൈലബിൾ അല്ല. പക്ഷേ ഒരു വെബ്സൈറ്റിൽ ഇവരുടെ മറ്റ് പ്രോഡക്റ്റ്സ് ഒക്കെ അതിൻ്റെ കൂടെ തന്നെ വേറൊരു മോഡൽ ഡാക്ക് ഒക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു വെബ്സൈറ്റ് എത്രത്തോളം ജെന്യൂൻ ആണെന്ന് അറിയാത്തത് കൊണ്ട് ഞാനത് വാങ്ങുന്നതിന് റെക്കമെൻഡ് ചെയ്യുന്നില്ല. എങ്കിലും ഓഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് പരിചയപ്പെടുന്നത്. താല്പര്യമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എൻ്റെ വരെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഡാക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് ഡിസ്പ്ലേ വരുന്നുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. ഒരു കളർ ഡിസ്പ്ലേ, അത് LCD ആണോ അല്ലെങ്കിൽ TFT ഡിസ്പ്ലേ ആണോ എന്ന് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് LCD ഡിസ്പ്ലേ ആണെന്ന് തോന്നുന്നു. ടച്ച് ഡിസ്പ്ലേ അല്ല, പക്ഷേ നമുക്കൊരു ടച്ച് ബട്ടണും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം നേരത്തെ നമ്മൾ നിയോ ഹിപ്പോ എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ഒരു ഡാക്ക് ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റിവ്യൂവിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലൂടൂത്ത് ഇൻപുട്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായെന്ന്. അപ്പോൾ ഇതിനകത്ത് ബ്ലൂടൂത്ത് ഇൻപുട്ട് ഉണ്ട്. പക്ഷേ ആ ഒരു ഡാക്കും ഇതും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. അതായത് ആ ഒരു നിയോ ഹിപ്പോ ഡാക്ക് എന്ന് പറഞ്ഞാൽ അത് പക്ക ഡാക്കാണ്. അതായത് അതിനകത്തേക്ക് പലതരം ഓഡിയോ ഇൻപുട്ടുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം ഒപ്റ്റിക്കൽ ഇൻപുട്ടുണ്ട്, കോആക്സിൽ ഇൻപുട്ടുണ്ട്, പിന്നെ USB ത്രൂ ഓഡിയോ ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റും. ഔട്ട്പുട്ട് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, RC ഔട്ട്പുട്ട്. നമ്മുടെ പണ്ട് തൊട്ടുള്ള ആംപ്ലിഫയറുകളിലേക്ക് കൊടുക്കുന്ന നോർമൽ ലെഫ്റ്റ് റൈറ്റ് RC ഔട്ട്പുട്ട് മാത്രമാണ് അതിനകത്ത് വരുന്നത്. പക്ഷേ ഈ ഒരു ഡിവൈസിലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ രണ്ടേ ഇൻപുട്ട് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് വഴി പാട്ട് പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ ഈ USB വഴി നിങ്ങളുടെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പോ അല്ലെങ്കിൽ ടാബ്ലറ്റോ അല്ലെങ്കിൽ ഫോണിലേക്കോ കണക്ട് ചെയ്ത് പാട്ട് പ്ലേ ചെയ്യാം. പക്ഷേ ഇതിനകത്തുള്ള ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ RC ഔട്ട്പുട്ട് മാത്രമല്ല, ഒരു സ്റ്റീരിയോ RC ഔട്ട്പുട്ട് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒപ്റ്റിക്കൽ ഔട്ട്പുട്ട് ഉണ്ട്, പിന്നെ നമുക്ക് കോആക്സിൽ ഔട്ട്പുട്ട് ഉണ്ട്. ഇവിടെ നേരെ തിരിച്ച് ഔട്ട്പുട്ടായിട്ടാണ് ഒപ്റ്റിക്കലും കോആക്സിലും വന്നിട്ടുള്ളത്. അപ്പം ആക്ച്വലി ഇത് DAC ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ DAC ആണ്. പക്ഷേ മെയിൻലി ഇതൊരു ബ്ലൂടൂത്ത് റിസീവറായിട്ടാണ് അവർ സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പം നിങ്ങളുടെ കയ്യിലൊരു AVR ഉണ്ടെങ്കിൽ, അപ്പോൾ അതിനകത്ത് ബ്ലൂടൂത്ത് മാത്രമില്ലെങ്കിൽ ഈ ഒരു ഡിവൈസൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പം ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഇൻപുട്ടും കോആക്സിൽ ഇൻപുട്ടായിട്ട് കൊടുത്തിരുന്നെങ്കിൽ പക്കയായിട്ടും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ ഓഡിയോ സോഴ്സുകളെല്ലാം കൺവേർട്ട് ചെയ്ത് നമ്മുടെ നോർമൽ അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു പെർഫെക്റ്റ് ഡാക്ക് നമുക്ക് തന്നെ വിളിക്കായിരുന്നു. എന്തായാലും ഇതാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് ഹൈറസ് ഓഡിയോയുടെ ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. SMSL ബ്രാൻഡിങ്ങും അതുപോലെ തന്നെ B200 എന്ന് പറയുന്ന മോഡൽ നെയിമും അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യുന്ന സമയത്ത് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ബോക്സാണ്. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടാണ് അവർ ബാഡ്ജിങ്ങും നെയിമിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. ഡിസൈനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്ന USB കേബിളാണ്. Type A to Type C കേബിളാണ് വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കേബിൾ ത്രൂ നമുക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാം. ഞാൻ എന്തായാലും പേഴ്സണലി യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് കണക്ട് ചെയ്താണ് പാട്ട് കേൾക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ല രസമാണ്. ഒരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. അത് നല്ലൊരു ഡാക്ക്, നല്ലൊരു ആംപ്ലിഫയറും നല്ലൊരു ഹൈഫൈ സ്പീക്കേഴ്സ് ഉണ്ടെങ്കിൽ നല്ല രസമാണ് പാട്ട് കേൾക്കാനായിട്ട്. അപ്പം അങ്ങനൊരു കേബിൾ അവരെന്തായാലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിവൈസ് വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള 5 വോൾട്ട് സപ്ലൈയും ഈ ഒരു USB Type C പോർട്ടിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു 5 വോൾട്ട് അതിൽ നിന്ന് കിട്ടിക്കോളും. ഇൻ കേസ് നിങ്ങൾ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ബ്ലൂടൂത്ത് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ചാർജർ കണക്ട് ചെയ്യാം. 5 വോൾട്ട് 2 ആംപിയർ വരെ മാക്സിമം കൊടുക്കാൻ പാടുള്ളൂ. ഒന്നെങ്കിൽ മിനിമം നമുക്കൊരു 0.5 ആംപിയർ എങ്കിലും വേണം. മാക്സിമം 2 ആംപിയർ വരെ ആണ് ഇതിൽ അവർ പറയുന്നത്. കാരണം അതിലപ്പുറത്തേക്ക് പോകാൻ അവർ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അവരുടെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ അങ്ങനെയാണ് കണ്ടത്. പിന്നെ ഇതിന് കൂടെ വരുന്നത് പറഞ്ഞാൽ ഒരു ബ്ലൂടൂത്ത് ആൻറ്റിനയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ബ്ലൂടൂത്ത് വെർഷൻ എന്ന് പറഞ്ഞാൽ 5.2 ആണ് ഇതിൽ വരുന്ന ബ്ലൂടൂത്ത് വെർഷൻ എന്ന് പറയുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരു യൂസർ മാനുവൽ വരുന്നുണ്ട്. നോർമലി വരുന്ന എല്ലാ ചൈനീസ് ക്ലാസ് ഡി ആംപ്ലിഫയർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡിവൈസുകളുടെ അകത്ത് വരുന്ന പോലെ തന്നെ ഒരു Q&A സെക്ഷൻ, പിന്നെ എല്ലാ സ്പെസിഫിക്കേഷൻസും എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു ബേസിക് യൂസർ ആകുമ്പോൾ എന്തായാലും നമ്മളൊരു യൂസർ മാനുവൽ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക. കാരണം നമുക്ക് വരുന്ന സംശയങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ആവും. അങ്ങനെയാണ് യൂസർ മാനുവൽ. പിന്നെ ഒരു കാർഡ് വന്നിട്ടുണ്ട്, എന്താണെന്നുള്ള അറിയത്തില്ല. അപ്പം അവരോട് കമ്പനിക്ക് മെയിൽ അയച്ച് ചോദിച്ചപ്പോൾ പോലും അവർ റെസ്പോണ്ട് ചെയ്തില്ല. എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു കാർഡ് അവർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു കളർ ഡിസ്പ്ലേ ആണ് അവർ കൊടുത്തിട്ടുള്ളത്. ഏത് ടൈപ്പ് ഡിസ്പ്ലേ എന്ന് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. ഇതിലൊരു ടച്ച് ബട്ടൺ വരുന്നുണ്ട്. ഈ ടച്ച് ബട്ടൺ ഒരുപാട് ഫംഗ്ഷൻസ് ഒന്നുമില്ല. മൂഡ് മാറ്റാനും ഡിവൈസ് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും മാത്രമേ നമുക്ക് ഇതിനകത്ത് പറ്റുള്ളൂ. ഈ ഒരു ടച്ച് ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഡിവൈസ് ഓൺ ആക്കാൻ പറ്റും. വീണ്ടും പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ആവും. ഒരു ചോപ്പ് LED ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്, ഇത് ഓൺ ആയോ ഇല്ലയോ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്.
ഇതിൽ നോർമലി 2 മോഡ് മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ, കാരണം ബ്ലൂടൂത്ത് USB ഈ രണ്ട് ഇൻപുട്ടുകൾ മാത്രമേ ഉള്ളല്ലോ. അപ്പോൾ അത് മാറ്റാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് പ്ലേലിസ്റ്റാണ് പ്ലേ ചെയ്യുന്നത്, അതിനകത്ത് ആർട്ടിസ്റ്റ്, സിംഗർ, ഇതൊക്കെ നമ്മൾ നോർമൽ സ്പോട്ടിഫൈയിലൊക്കെ എഴുതി കാണിക്കുന്ന പോലെ ഈ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കും. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഒരു മിനിമലിസ്റ്റിക് ഫീൽ വരുന്നുണ്ട്, എന്നാൽ ഒരു റിട്രോ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഒരു ഫുള്ളി അലുമിനിയം കേസിംഗ് ആണ് വന്നിട്ടുള്ളത്, മാറ്റ് ബ്ലാക്ക് ഡിസൈൻ വന്നിട്ട് ഫ്രണ്ടിലൊരു ഗ്ലാസ് പാനലാണ് കൊടുത്തിട്ടുള്ളത്. അക്രിലിക് ഷീറ്റ് ആകാനാണ് ചാൻസ്, കറക്റ്റ് അറിയത്തില്ല. എന്നിട്ടൊരു ഡിസ്പ്ലേ അവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കാണുമ്പോൾ നല്ല രസമായിട്ട് അതവർ ചെയ്തിട്ടുണ്ട്, വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ആൻറ്റിന കാണാൻ പറ്റും. അത്യാവശ്യം റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് അവർ ആൻറ്റിന ആഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം റേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ നമുക്ക് നമ്മുടെ RC ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് RC കേബിൾ ഉപയോഗിച്ചിട്ട് ഇതുവഴി കണക്ട് ചെയ്ത് നമ്മുടെ വിൻറ്റേജ് ആംപ്ലിഫയറിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഏത് ആംപ്ലിഫയറാണോ RC ഔട്ട്പുട്ട് നമുക്ക് അതിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഒപ്റ്റിക്കൽ ഔട്ട്പുട്ട് വരുന്നുണ്ട്, കോആക്സിൽ ഔട്ട്പുട്ടും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ 5 വോൾട്ട് USB പോർട്ടാണ്. ആക്ച്വലി 5 വോൾട്ട് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രയാണ് എൻ്റെ ബാക്കിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ടിയർ ഡൗൺ വീഡിയോ ചെയ്യാം. നമുക്കിപ്പം ടൈം ഇല്ലാത്തതുകൊണ്ട് ആഴ്ചയിൽ ഒരു വീഡിയോ എന്നുള്ള രീതിയിലായിരിക്കും ചെയ്യുന്നത്. കുറേ വീഡിയോസ് പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ടിയർ ഡൗൺ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 2.3 ഇഞ്ചിൻ്റെ ഒരു കളർ ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. മുകളിലായിട്ട് SMSLൻ്റെ ബ്രാൻഡിങ്ങും അതുപോലെ തന്നെ മോഡൽ നമ്പരും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ടോ, അങ്ങനെ ഭയങ്കരമായിട്ടൊന്നുമില്ല. നേരത്തെ പറഞ്ഞാൽ LCD ആണോ TFT ഡിസ്പ്ലേ ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. 375 ഗ്രാമാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഡാക്ക് നമ്മൾ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, നമുക്കൊരു ഗെയിമിംഗ് സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു ഓഡിയോ അല്ലെങ്കിൽ ഒരു നമുക്കൊരു സിസ്റ്റം സെറ്റപ്പ് ഉണ്ടെങ്കിൽ അതിൽ വെക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഒരു ഡിസ്പ്ലേ, കുഞ്ഞ് ഡിസ്പ്ലേ ഒക്കെ വന്നിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പം ഇതാണ് എൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നിലവിൽ ഇപ്പം ഞാൻ പാട്ട് കേൾക്കാനും ചിലപ്പോൾ സിനിമ കാണാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല രസമാണ്. എനിക്ക് നല്ല കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് സംഭവം. അപ്പോൾ ഞാനിത് പേഴ്സണലി യൂസ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. നിയോ ഹിപ്പോയുടെ ഡാക്ക് ഇവിടെ ഉണ്ട്. ഈ ഡിസ്പ്ലേയിൽ അതുപോലെ തന്നെ നമുക്ക് ഏത് മോഡാണ് പ്ലേ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏത് ടൈപ്പ് ഫയലാണ് പ്ലേ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം, എത്ര ഹെഡ്സിലാണ് പ്ലേ ചെയ്യുന്നതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ നിയോ ഹിപ്പോയുടെ ആ ഒരു ഡാക്ക് നോക്കുകയാണെങ്കിൽ ഒരു LED ഇൻഡിക്കേഷനാണ്, ഏത് ടൈപ്പ് ഫയലാണ്, എത്ര ഹെഡ്സിലാണ് പ്ലേ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം കാണിക്കുന്നത്. LED ആയിരുന്നു. അപ്പോൾ നമുക്കത് ഓർത്തിരിക്കണം നിർബന്ധമില്ല. പച്ച കത്തുമ്പോൾ ഇന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു കാണിക്കുന്നത്. PCM DSD ഫയലിനും സെപ്പറേറ്റ് ആണ് അവർ LED കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുക ഏത് ടൈപ്പ് ഫയലാണ്, LDAC ആണോ എന്താണെന്നുള്ളത്, APTX ആണോ എന്നൊക്കെ ഉള്ളത് അവർ കൃത്യമായിട്ട് ആ ഡിസ്പ്ലേയിൽ കാണിക്കും. ഈ ഒരു ഡിവൈസിൽ നമുക്ക് LDAC കോഡൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതായത് ലോസ്ലെസ് ഡിജിറ്റൽ ഓഡിയോ കോഡൊക്കെ. ഏകദേശം 990 kbps സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കോൾകോമിൻ്റെ APTX HD അത് ഏകദേശം 576 kbps സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നോർമൽ APTXും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 352 kbps സപ്പോർട്ട് ചെയ്യും. പിന്നെ നോർമലായിട്ട് വരുന്ന നമ്മുടെ SBC AAC ഫയൽ ഫോർമാറ്റുകളും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. DSD ഫയലുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അവരുടെ വെബ്സൈറ്റിലൊന്നും അവർ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം അത്യാവശ്യം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ അഡ്വാൻസ്ഡ് ഫയലുകളും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഫയലുകളൊക്കെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഇനി ഇതിനെ കുറച്ച് ഓഡിയോ സാമ്പിളുകളൊന്ന് പ്ലേ ചെയ്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. എന്തായാലും നിങ്ങൾ ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നതിൽ ഏകദേശം വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴിൽ കണ്ട പോലെ തന്നെ വിൻറ്റേജ് സോങ്ങുകൾ ഒരുപാട് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അവർക്ക് വേണ്ടി മാത്രമല്ല. സ്പെസിഫിക്കേഷനിലേക്ക് നേരെ പോവുകയാണെങ്കിൽ നമുക്ക് സ്റ്റീരിയോ സെക്ഷനിൽ വരുന്നത് നമ്മൾ മഹാരാജയുടെ 8 ട്രാൻസിസ്റ്റർ മോണോ ബോർഡാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ SMSL എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ B200 എന്ന് പറയുന്ന ഒരു ബ്ലൂടൂത്ത് റിസീവർ ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ ഡാക്കിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പാട്ടൊക്കെ കേൾക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡാക്ക് വെച്ച് പാട്ട് കേൾക്കുകയാണെങ്കിൽ ആ ഒരു വ്യത്യാസം മനസ്സിലാവും. ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഡാക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ തുടങ്ങിയതും ഇവിടെ ശേഷമാണ്. ആ ഒരു വ്യത്യാസം നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ട്. പാട്ട് കേൾക്കുമ്പോഴും സിനിമ കാണുമ്പോഴൊക്കെ ആണെങ്കിൽ
അത്യാവശ്യം നല്ല ഗെയിനോട് കൂടിയുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ നിയോ ഹിപ്പോയുടെ ഡാക്കിനാണ് കുറച്ചും കൂടെ ഗെയിൻഡ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് എനിക്ക് തോന്നിയത്. രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കിയപ്പം താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോയും കൂടി നമുക്ക് ചെയ്യാം. പല ഫയലുകളൊക്കെ പ്ലേ ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പല ഫയലുകളുടെ ക്വാളിറ്റി വ്യത്യാസവും ഒക്കെ നമുക്ക് കമ്പയർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ടെസ്റ്റിംഗ് വീഡിയോസൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിലേക്കുള്ള ലിങ്ക് കൂടെ കൊടുക്കുന്നുണ്ട്. അതും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.